നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായാണ് ഗതാഗത മന്ത്രി രംഗത്തെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് വാളകത്തെ കുടുംബ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ മോശമായ സാഹചര്യത്തിൽ കണ്ടതായാണ് ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. സംഭവ ദിവസം 1:30നും 2:00നും ഇടയിൽ ബിന്ദു തന്നെ ഫോണിൽ വിളിച്ചതായി ആ ശ്രീലേഖയും സ്ഥിരീകരിച്ചു. വാളകത്ത് നടന്ന കാര്യങ്ങൾ ബിന്ദു തന്നോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇത് ഇപ്പോൾ പരസ്യപ്പെടുത്തുന്നത് ഉചിതമല്ല എന്നും ശ്രീലേഖ പറഞ്ഞു. ഉടൻ തന്നെ പോലീസിന്റെ സഹായം തേടാൻ ബിന്ദുവിനോട് നിർദ്ദേശിച്ചു. 112-ൽ വിളിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി. ബാക്കി കാര്യങ്ങൾ ബിന്ദുവിന്റെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞത്. ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രൂക്ഷമായ ഭാഷയിലാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത്. ആർ ശ്രീലേഖ കുശുംബിയാണെന്നും തിരുവനന്തപുരം മേയർ സ്ഥാനം ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് തനിക്കെതിരെ സംസാരിക്കുന്നത് എന്നുമാണ് മന്ത്രി പരിഹസിച്ചത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ ശ്രീലേഖയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനാണ് മന്ത്രി ശ്രമിച്ചത്. മന്ത്രിയുടെ അധിക്ഷേപങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാതെ വളരെ പക്വതയാർന്ന നിലപാടാണ് മുൻ DGP സ്വീകരിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ പരിഹാസങ്ങളെ അവഗണിച്ച അവർ ഒരു സ്ത്രീ എന്ന നിലയിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ബിന്ദു മേനോന് നൽകേണ്ട നിയമപരമായ മാർഗനിർദ്ദേശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. വിഷയത്തിന്റെ സെൻസിറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ വസ്തുതകൾ പോലീസിന് കൈമാറാനാണ് അവർ നിർദ്ദേശിച്ചത്. നിലവിൽ ഈ വിവാദം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കുടുംബപരമായ തർക്കങ്ങൾക്കപ്പുറം ഒരു മുൻ ഉന്നത ഉദ്യോഗസ്ഥക്കെതിരെ മന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട്. അതേസമയം സംഭവം നടന്നതിന് പിന്നാലെ ഫോട്ടോ എടുത്തപ്പോൾ മന്ത്രിയുടെ സന്തത സഹചാരികൾ മൊബൈൽ ഫോൺ കൈക്കലാക്കിയെന്നും വിവരം അറിയിച്ചിട്ടും പോലീസ് വേണ്ടത്ര ഇടപെട്ടിട്ടില്ല എന്നും ബിന്ദു മേനോൻ പറയുന്നുണ്ട്. സംഭവം നടന്നതിന് പിന്നാലെ ഫോട്ടോ എടുത്തപ്പോൾ മന്ത്രിയുടെ സന്തത സഹചാരികൾ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചു. പോലീസ് ഇടപെട്ടില്ല എന്നാണ് ബിന്ദു ആരോപിക്കുന്നത്. ബിന്ദു മേനോനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്നതിനും അവർ മറുപടി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിഷയം പ്രധാനമായും ചർച്ചയിലേക്ക് വന്നു. ഇതിന് മറുപടിയായി മന്ത്രി ഗണേഷ് കുമാർ തനിക്ക് പ്രണയമുണ്ട്, പുറത്തിൽ കുഞ്ഞബ്ദുള്ളയും മാധവിക്കുട്ടിയും ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രണയിക്കാത്തവർ മണ്ടന്മാരാണെന്ന്, തനിക്ക് 1 അല്ല 5000-ലധികം പ്രണയങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് മന്ത്രി ചെയ്തത്. ഈ മന്ത്രിയുടെ അഭിമുഖം കണ്ടതിൻ്റെ ഭാഗമായാണ് ഭാര്യ തൻ്റെ അവസ്ഥ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. 2014 വിവാഹം കഴിഞ്ഞത് മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും 2019 പ്രശ്നമുണ്ടായപ്പോഴും ശ്രീലേഖയെ ബന്ധപ്പെട്ടിരുന്നു. തൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകനാണ് ശ്രീലേഖയുടെ ഭർത്താവ്. 2019 പ്രശ്നത്തിലും കോംപ്രമൈസിനെ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഗണേഷുമായി ഒരുമിച്ച് താമസിച്ചു. എന്തുകൊണ്ടാണ് ഗണേഷുമായി പ്രശ്നമുണ്ടായെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ബിന്ദു പറയുന്നുണ്ട്. മന്ത്രിയായതിനു ശേഷം വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. മന്ത്രിയുടെ സുഹൃത്തുക്കളും സ്റ്റാഫും തനിക്കെതിരാണ്. ശക്തിയുടെയും അധികാരത്തിൻ്റെയും ഒപ്പം മാത്രമേ ആളുകൾ നിൽക്കുകയുള്ളൂ. താൻ തീർത്തും ഒറ്റയ്ക്കായി, പല സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ കാരണം ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് ഗണേഷ് തന്നെ നിയന്ത്രിക്കുന്നത്. എന്നാൽ 2 മാസമായി തൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. വാളകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. 2 മാസമായി ഞങ്ങൾ അകന്നാണ് കഴിയുന്നത്. എനിക്ക് സംശയരോഗമാണെന്നാണ് ഗണേഷ് എല്ലാവരോടും പറയുന്നു. എന്നാൽ അതിലൊരു അവസാനം വേണമെന്ന് തീരുമാനിച്ചു. ഇത് കണ്ടുപിടിക്കാനാണ് ആരോടും പറയാതെ ശനിയാഴ്ച വാളകത്ത് പോയത്. വാതിൽ തുറന്ന് ഓടി ബെഡ്റൂമിലേക്ക് പോയി കണ്ട കാര്യങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ സ്റ്റാഫ് തടഞ്ഞു. തൻ്റെ കയ്യിൽ ദൃശ്യങ്ങളെല്ലാം ഉണ്ട്, അതൊന്നും ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല, മാത്രമല്ല പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് ഇന്നലെ വരെ ബിന്ദു പറഞ്ഞത്. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.